ഹായ് ഹലോ സിന്ധു മാമോസിൻ്റെ ഒരു പുതുപുത്തൻ ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൂക്കളുടെയൊക്കെ ഇടയ്ക്ക് നിന്ന് ഇൻട്രോ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിറച്ച് പൂവുണ്ട് കേട്ടോ. അതെ, നമുക്കത് എന്നാ പറയുന്നത്, ഒരു കണ്ണിനും മനസ്സിനുമൊക്കെ ഒരു കുളിർമയേകുന്ന കാഴ്ചയാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ മുറ്റത്തിറങ്ങി നിന്നിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ ഞാൻ നമ്മുടെ ഡിയോ കുട്ടനെയായിട്ട് ഒരു വഴി വരെ പോവാണ് കേട്ടോ. കുറച്ചേറെ ദൂരത്തോട്ട് കറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇച്ചിരി ദൂരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിർത്തി എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്തായാലും സന്തോഷത്തോടെയാണ് പോകുന്നത്. നമ്മളങ്ങനെ ശീലിക്കണമല്ലോ അല്ലേ. പോയി ഒരു ചീവീട് ഇരിക്കുന്നത് കേട്ടോ. അവിടെ ചീവീടിൻ്റെ കളിയാണ് കേട്ടോ. സന്ധ്യ ആകുമ്പോഴത്തേനും ലൈറ്റ് ഇടുമ്പോഴത്തേനും ട്യൂബിൻ്റെ ആ പ്രദേശം മൊത്തമാവും. ഞാൻ പോയിട്ട് എനിക്ക് ഇപ്പോൾ സമയം 6:45 ഉള്ളൂ. ഞാൻ പോയിട്ട് എനിക്ക് ഒരു 10-10:30 വരുന്നാകുമ്പോഴത്തേനും ഇവിടെ തിരിച്ചു വരണം. കാരണം നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോകണം. ചേട്ടാ ഇന്ന് കടയിൽ പോകുന്നില്ല, അമ്പലത്തിൽ പോകണം കേട്ടോ രാവിലെ. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഓടി വരാം. നമ്മൾ എന്നാ പറഞ്ഞേ, ചപ്പാത്തൊക്കെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. ഭയങ്കര കോട മഞ്ഞാണ്. സൗണ്ടിന് അതിൻ്റെ ചെറിയൊരു പ്രശ്നം കാണുമായിരിക്കും. നല്ല മഞ്ഞാണ് കേട്ടോ. ഇതേ അവിടെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. സമയം എന്ന് വെച്ചാൽ 7:30 കേട്ടോ. 7:10 10 മിനിറ്റുള്ളപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. ഉണ്ടോ, ഇങ്ങനെ ചപ്പാത്ത് വരെ ഭയങ്കര പാടാണ് കേട്ടോ. ചപ്പാത്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ചപ്പാത്ത് വരെ ഭയങ്കര പാടാണ് കേട്ടോ. വഴി മുഴുവൻ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര മോശം. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സമയം എടുത്തു കേട്ടോ അവിടെ നിന്ന് ഇവിടെ വരെ വരാനായിട്ട്. അപ്പോൾ എന്തായാലും എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ, കുട്ടിക്കാനത്ത് നിന്ന് പീരുമേടിന് പോകുന്ന റൂട്ടിലോട്ട് ശകലം ഇപ്പുറത്തോട്ട് വന്നു കേട്ടോ. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. വലിയ വണ്ടിക്കൊക്കെ സൈഡ് കൊടുത്ത് നമ്മളിവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടിക്കാനത്ത് നിന്ന് ഇത് പീരുമേടിന് പോകുന്ന റൂട്ടാണ് കേട്ടോ. കുട്ടിക്കാനത്ത് നിന്ന് കുട്ടിക്കാനം സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേണ്ട അവിടോട്ട് വരും. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. സിറ്റിയിൽ ഒതുക്കിയിട്ടുണ്ടാന്ന് വിചാരിച്ചു. ഇനി പോകുന്നു. വെയിലായി കേട്ടോ. ഡിയോ കുട്ടനെ വേണ്ട അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് എന്നാ പറയുന്നത്, കുറേ താമസം ഉണ്ടായിരുന്നു. ഞാൻ താലൂക്ക് ഓഫീസിൽ വരച്ചു കേട്ടോ. പീരുമേട് അവിടെ വരെ സ്കൂട്ടി കൊണ്ടുപോയി. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നേ. ഈ ഒരു ചുരിദാരേ ഉള്ളോ സിന്ധോമയ്ക്കെന്ന് ചോദിക്കും. വിചാരിക്കണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ കൈ ഉള്ളത്, ഈ നീളമുള്ളത് ഇതേ ഉള്ളൂ കേട്ടോ. ഇത്രയും നീളമുള്ളത്. ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ ഇട്ടേക്കുന്നതാണ് കേട്ടോ. വേണ്ട ഡിയോ കുട്ടൻ വെയിൽ തിരിക്കുക. അപ്പോൾ പോയേക്കല്ലേ, ഒത്തിരി വെയിലാകുന്നതിന് മുമ്പേ. ഇപ്പോൾ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11:30 ഇവിടെ നമ്മൾ പോവാം കേട്ടോ. ഇനി എപ്പം നമ്മൾ ഉപ്പാറ എത്തുന്നതെന്ന് അറിയത്തില്ല. എന്നാലും 1.5 മണിക്കൂർ. നല്ല രസമില്ലേ കുട്ടിക്കാനം എന്ന് പറഞ്ഞാൽ. ഒരു ഭയങ്കര നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. കാരണം ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. മനുഷ്യനെ കൂട്ടിമുട്ടിയെങ്കിൽ അറിയത്തില്ലായിരുന്നു, അതേ സൈസ് മഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല റിസോർട്ടുകളും കോളേജ് നേരത്തെ മുതലുള്ളതാണ്. സ്കൂളും ഒന്നും വേണ്ട അതെല്ലാം റിസോർട്ടുകളാണ് കേട്ടോ. കൂണ് മുളച്ചു എന്ന് പറയാം. നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നും. നമുക്ക് ഉണ്ടോ, നല്ല രസമില്ല, നല്ല ഭംഗിയില്ലേ ഈ ബസ് വന്നു കേട്ടോ. സാധാരണ ഞാൻ ആ ബസ്സിൽ കയറി പോകേണ്ടതല്ലേ. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടല്ലേ അല്ലേ, ഞാൻ ബസ്സിൽ കയറി പോകേണ്ടതല്ലേ. ഇപ്പോൾ എൻ്റെ ചേട്ടായി പഠിപ്പിച്ച് തന്നുകൊണ്ടല്ലേ അല്ലേ. സത്യം, ചേട്ടായി എന്നെ പഠിപ്പിക്കാനൊക്കെ വിടുകയും വിറക്കുകയും വണ്ടി നമുക്ക് കിട്ടാനും ഒക്കെ ഭാഗ്യം ഉണ്ടായതുകൊണ്ടല്ലേ അല്ലേ. ഇന്ന് ബസ് വരുന്നുണ്ട് കേട്ടോ. KMS പോകുന്നുണ്ടോ, AEMS എന്നെയാണോ നോക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ, കുട്ടിക്കാലത്ത് നിന്ന് ഒരു ശകലം ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ഡിയോ കുട്ടൻ നിന്നുപോയി കേട്ടോ. എന്നെ കാരണം എന്നറിയോ, ഇതെൻ്റെ ശരിക്കും ദാഹിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ദാഹിക്കുന്നു വെച്ചാൽ ശരിക്കും ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാണെങ്കിലും ഒരു ഐസ്ക്രീം തിന്നിട്ട് പോകാമെന്ന് കേട്ടോ. കരിക്കിൻ്റെ ഉണ്ടോ നടത്തിയില്ല. കരിക്കിൻ്റെ ഉണ്ടെങ്കിലും മേടിക്കാം. അതെന്തോ ഫാക്ടറിയാണെന്ന് തോന്നുന്നു കേട്ടോ, കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടോ. അപ്പോൾ അവിടെ നിന്ന് പിള്ളേർ മേടിക്കുന്നുണ്ട്. അവർ മേടിച്ച് കഴിയട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഐസ്ക്രീം വണ്ടി കണ്ടപ്പോഴത്തേനും തന്നെ അറിയാണ്ട് ഡിയോ കുട്ടൻ നിന്ന് പോയി കേട്ടോ. എന്തായാലും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് എൻ്റെ ഐസ്ക്രീം മേടിച്ചു കേട്ടോ. കോക്കനറ്റിൻ്റെ ഇതാണ് മേടിച്ചേക്കുന്നത്, കരിക്കിൻ്റെ കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ. അത്ഭുത കുരിശെന്ന് പറഞ്ഞൊരു കുരിശ് പള്ളിയാണ് കേട്ടോ. ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടോട്ട് പള്ളിയൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. നേരത്തെ ഒരു കുഞ്ഞി കുരിശ് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ ഒരു ആളുണ്ട് കേട്ടോ. അവിടെ അയ്യപ്പൻ്റെ ദേവിയുടെ കൊണ്ട് എന്ന ക്ഷേത്രം, ആദിപരാശക്തി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയും മുകളിലുമായിട്ടാണ് കേട്ടോ. ഞാനിവിടെ നേർച്ചയൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്കിന്ന് എവിടെയാണെന്നറിയോ, ഈ സ്ഥലത്തിനൊരു പള്ളിക്കുന്നെന്നാണ് കേട്ടോ. പള്ളിക്കുന്നെന്നാണ് അറിയപ്പെടുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇവിടെ. പള്ളിയും പിന്നെ സായിപ്പും മാതാമയും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാ പറഞ്ഞു, ഇവിടെ ഒത്തിരി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി പേരെ അടക്കിയേക്കുന്നതിൻ്റെ കല്ലറയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൂളിങ്ങാണ് കേട്ടോ. ഇതുകൊണ്ടോ, അയ്യോ ഇവിടെ നിങ്ങളുടെയൊക്കെ പട്ടി കുറയ്ക്കുന്നു.
ഉണ്ടോ, ഭയങ്കരമായിട്ട് പാട്ട് കളിക്കുന്നുണ്ടല്ലേ. അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. പള്ളിക്കുന്ന് സിറ്റി തന്നെ എന്താ പറയുക, ഒത്തിരി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു കുതിരേനെ വരെ ഉണ്ടല്ലോ കല്ലറയ്ക്കകത്ത് അടക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് അവിടെയൊക്കെ. എന്തായാലും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പോയിട്ടൊക്കെ തിരിച്ചു വന്നു കേട്ടോ. ഇവിടുന്ന് കുറേ ദൂരമുണ്ട് കേട്ടോ പീരുമേട് എന്ന് പറയുന്ന സ്ഥലം. പിന്നെ എന്താ പറയുക, ചേട്ടായിയൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് 1 മണിക്കൂർ കൊണ്ടൊക്കെ ചെല്ലുമായിരിക്കും, ബൈക്കിനൊക്കെ ആണല്ലേ. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് 1.5 മണിക്കൂർ അടുത്തെടുത്തു, ഇങ്ങോട്ടേക്ക് 2 മണിക്കൂർ എടുത്തു. എന്നാന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ 2-3 സ്ഥലങ്ങളിൽ നിർത്തി വീഡിയോ ഒക്കെ എടുത്തൊക്കെയാണ് വന്നത് കേട്ടോ. എന്നാലും മടുത്തു എന്ന് വെച്ചാൽ ശരിക്കും മടുത്തു. കൈക്ക് ഈ സൈഡിലും 2 കൈയുടെ ശകലം ചെറിയ വേദനയുണ്ട്. നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമല്ലോ ഈ ഓരോ ഇതിൽ തന്നെ, അതുകൊണ്ടായിരിക്കും. അത് അങ്ങനെ ആയി മാറിക്കോളൂ അല്ലേ. അപ്പം എന്തായാലും നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു തന്നെയാണെന്ന് പറഞ്ഞാലും ഒരു നല്ല യാത്രയായിരുന്നു കേട്ടോ. ചേട്ടായി അമ്പലത്തിൽ ഉത്സവത്തിന് പോയി. ഞാനൊരു 11 മണിയെങ്കിലും ആകുമ്പോൾ ഇവിടെ തിരിച്ച് വരത്തക്ക രീതിയിൽ അങ്ങനെ പോയത്. പക്ഷേ അവിടുന്ന് ലേറ്റായി കേട്ടോ. അവിടുന്ന് ഇറങ്ങി പോന്നപ്പോൾ തന്നെ 11:30ആയി. പിന്നെ ഇവിടെ വന്നപ്പോൾ 1:30ആയി. അതാ ഞാൻ പറഞ്ഞത്. അമ്പലത്തിൽ അന്നദാനമുണ്ട് ഇന്ന്. അന്നദാനമൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ വന്ന് കുളിച്ചിട്ട് ചെല്ലാമെന്നൊക്കെ ഓർത്തുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഞാനിനി പോയി കഴിയുമ്പോഴത്തേനും ലേറ്റ് ആകത്തില്ലേ. നേരത്തെ ചേട്ടായെ വിളിച്ചു പറഞ്ഞു, എന്നാൽ ചേട്ടായി കഴിച്ചിട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇന്നലെ പോയി പ്രാർത്ഥിച്ച് പറയ്ക്കാ തിരിച്ചു പോകാൻ. ഞാനുണ്ടല്ലോ മീരോളം വരെ പോയിട്ട് വന്ന കേട്ടോ രാവിലെ ഒരു അത്യാവശ്യത്തിന്. ഇന്നലെ എന്നാ പറയുന്നത്, ഇതിപ്പം പിറ്റേ ദിവസമാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പീരുമേടൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ഭയങ്കരമാണ്. ഇപ്പം എന്തുകൊണ്ടോ വാച്ച് കിട്ടിയതിൻ്റെ അത്രയും ഭാഗം മാത്രമൊക്കെ ഇതാവാട്ടിരിക്കുന്നത്. അത്രയും വെയിലായിരുന്നു കേട്ടോ. മോതിരം ഇട്ടതിൻ്റെ അവിടെ ഒക്കെ പാടുവന്ന് നിൽക്കുന്നുണ്ടോ, അതേപോലെ വെയിലായിരുന്നു. എന്നാ സൺസ്ക്രീനും ഒക്കെ തേച്ചിട്ട് പോയിട്ടും ഭയങ്കര വെയിലായിരുന്നു. അപ്പം നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ല. അത് ഞാനിവിടെ കയറി കിടന്നു. ചേട്ടായി ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വന്നു അമ്പലത്തിൽ നിന്ന്. എന്നിട്ട് വാടി പോകാമെന്ന് പറഞ്ഞിട്ട് 4 മണിയായപ്പോൾ എണീറ്റ് ചേട്ടായി കുളിച്ചിട്ട് പോയി. ഞാനും എണീറ്റ് കുളിച്ചിട്ടും പിന്നെയും ശരീരം തളർന്നുകൊണ്ട് ഞാൻ പിന്നെ അമ്പലത്തിൽ പോലും പോയില്ല. അതേപോണക്കും അടുത്ത അവസ്ഥയായിപ്പോയി. എന്നിട്ട് ഞാൻ എന്താണെന്നറിയോ, വീഡിയോ പോയിട്ട് നോക്കിയപ്പോഴത്തേനും അവിടെ ഇവിടെയൊക്കെ നിർത്തി ഇച്ചിരി നേരം അല്ലേ എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടെ ഒരു കഷ്ടി ഒരു 6 മിനിറ്റോ 7 മിനിറ്റോ കണ്ടുള്ളൂ. എന്നാൽ ഇന്ന് വീഡിയോ വേണ്ട എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു. പോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ചേട്ടായി പോയിട്ട് രാത്രി 11:30 കണ്ടായി ചേട്ടായി വന്നപ്പോൾ. അത്രയും നേരം ഉറങ്ങിയൊന്നുമില്ല തന്നെ കൂടെ ആയതുകൊണ്ട്. എന്നിട്ടും വീഡിയോ എടുക്കാനൊന്നും ഒരു സുഖം തോന്നിയില്ല. വേണ്ടെന്ന് വെച്ചു കേട്ടോ. മനസ്സ് സമ്മതിച്ചില്ല. വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കിടന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും 9 മണി. ഇപ്പോൾ ഈ സമയം 7 ആകുന്നതേ ഉള്ളൂ കേട്ടോ. 7 ആയില്ല, 7:45 ഉള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലൊരു ഭയങ്കര വിഷമം. ദൈവമേ, ഇന്നൊരിതും ഇല്ലല്ലോ, വീഡിയോ ഒന്നും ഇല്ലല്ലോ. എന്നാ ചെയ്തത്? എന്നെ നോക്കിയിരിക്കുന്ന കുറേ പേരുണ്ടല്ലോ. ഒരു 10 പേരെങ്കിൽ 10 പേര് നമ്മളെ നോക്കി 9 മണിക്ക് ഇരിക്കുന്നുണ്ട്. എന്നാൽ പോട്ടെ എന്തെങ്കിലും ഒരു റീൽസ് എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഇന്നലെ വൈകിട്ട് 2 പിള്ളേരെന്നെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല, ഒന്നും എടുത്തില്ല. എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നേലും 2 മിനിറ്റ് 10 മിനിറ്റ് ഇടമ്മേ, അമ്മ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല, അമ്മേനെ നോക്കിയിരിക്കുന്നത് എത്ര പേരുണ്ടത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച ആ കൊച്ചിൻ്റെ വായിന്ന് വന്നേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഞാൻ ഓർത്ത് എന്തെങ്കിലും ഇതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. വേണ്ടാന്ന് വെച്ചിട്ടൊന്നും മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം അതാണ് നമ്മുടെ പണിയോടുള്ള ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ആയി വരുമ്പോഴത്തേനും 9-ന് മുമ്പ് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ കഴിയുന്നത് 9-ന് തന്നെ ഇടാൻ ശ്രമിക്കും. പിന്നെ ഇന്നലത്തെ വീഡിയോയ്ക്കടിയിൽ പേര് ഞാൻ വിട്ടുപോയി, സോറി. ഇന്നലത്തെ വീഡിയോയ്ക്കടിയിൽ ഏപ്രിൽ 15 എൻ്റെ ബർത്ത്ഡേ ആണ്, സിന്ധുമേ ഒന്ന് വിഷ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ ഏപ്രിൽ 15 തന്നെ വിഷ് ചെയ്യാനായിട്ടിരുന്നാൽ ഞാനത് മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് അഡ്വാൻസ്ഡായിട്ട് ഇപ്പോഴേ വിഷ് ചെയ്തേക്കാണ്. അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. അപ്പം എല്ലാവിധ ആശംസകളും. ഇതിനടിയിലോട്ട് തന്നെ കമൻറ്റിനടിയിലോട്ട് വന്ന് വേറൊരാളിട്ടുണ്ട്, എൻ്റെയും അന്ന് ബർത്ത്ഡേ ആണെന്ന്. അപ്പം ആ മോക്കും അല്ലെങ്കിൽ മോനും ആ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അത് ഞാൻ നോക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ 2 പേർക്കും നല്ല അടിപൊളി ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ കേട്ടോ. അങ്ങനെ അമ്പലത്തിലെ ഉത്സവമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. എനിക്ക് പോയി കൂടാൻ പറ്റിയില്ലെങ്കിലും ചേട്ടായി കുറച്ച് ഭാഗമൊക്കെ വീഡിയോ എടുത്ത് കാണിക്കുക, അവിടെ ചെന്ന് കഴിഞ്ഞ് വീഡിയോ കോൾ വിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്തു. അത്രമേൽ പറ്റാഞ്ഞുകൊണ്ടാണ് കേട്ടോ. കൈക്ക് 2-നും വേദന, കാലിന് 2-നും വേദന. പിന്നെ വെയിലും കൂടെ കൊണ്ടപ്പോഴത്തേനും അങ്ങ് അവശതയായിപ്പോയി. അതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷേ മിനിയാന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു.
നല്ല പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. പിള്ളേരുടെ പരിപാടികളും ഗാനമേളയും എല്ലാം ഏകദേശം ഒരു മുക്കാലും തീരാറായി കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. ചേട്ടായുടെ ജന്മക്ഷേത്രവും കുടുംബക്ഷേത്രവും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയും. ഭയങ്കര എല്ലാവരും ഉണ്ടായിരുന്നു പറഞ്ഞു. ചേട്ടയുടെ മൂത്ത പെങ്ങളും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു പറഞ്ഞു. കുടുംബക്കാർ ആ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എത്ര എസ്റ്റേറ്റിൽ നിന്ന് വിട്ടുപോയവരാണേലും ഉത്സവം ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് കൂടും കേട്ടോ. എല്ലാവരും വരും. അപ്പം അത്രയ്ക്കും അച്ചട്ടുള്ളൊരു അമ്പലം ആയതുകൊണ്ടല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ഇന്നലെ നല്ല പരിപാടികളായിരുന്നു പറഞ്ഞു. താലത്തിനൊക്കെയാണല്ലോ അത്യാവശ്യം ആളുണ്ട്. ഞാൻ താലത്തിനൊക്കെ പോകുന്ന കേട്ടോ. എന്നാ പറയണേ, എനിക്ക് ഈ പ്രാവശ്യം എല്ലാം പോകാൻ പറ്റിയില്ല. കറക്റ്റ് ലതയൊക്കെ ഒരുങ്ങിയിട്ട് കല്യാണിയൊക്കെ ഒരുങ്ങിയിട്ട് എന്നോട് ചോദിച്ചേട്ടാ, അവർ കാറും കൊണ്ടാണ് പോയത്. വരുന്നോ സിന്ധുമ്മയെന്ന് ചോദിച്ച് കല്യാണി ആര്യൻകുട്ടനും കുറേ പ്രാവശ്യം പുറകെ നടന്നു കേട്ടോ. വാ സിന്ധുമ്മേ എന്ന് പറഞ്ഞു. പക്ഷെ പറ്റത്തില്ല, അങ്ങോട്ട് പോയില്ല. പിന്നെ അവരും എല്ലാ പരിപാടിയും കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ലേറ്റാവും. പിന്നെ എനിക്ക് അത്യാവശ്യം മേലോളം പോയിട്ട് രാവിലെ വെളുപ്പിനെ പോവുകയും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, പോകുന്നില്ല എന്ന് വിചാരിച്ച് മടിച്ചു വിടിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞു. ഇനി അടുത്ത 2 അമ്പലങ്ങളിൽ വരുന്നുണ്ട്. ശാഖയിൽ വരുന്നുണ്ട്, കൃഷ്ണൻ അമ്പലത്തിൽ വരുന്നുണ്ട്. അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. ഞാൻ എന്നാണേലും ഇന്ന് വീഡിയോ വേണ്ടാന്ന് തന്നെ വിചാരിച്ചു. അതുകൊണ്ട് വേറെ വലിയ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇന്നത്തെ വീഡിയോയ്ക്കകത്തില്ല. എന്നാലും നിങ്ങളെല്ലാവരും ഞാനിത് പറയുന്നത് കേട്ടിട്ടാണേലും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം നോക്കിയിരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ അല്ലേ. അപ്പോൾ പിന്നെ വേറെ എന്നാ, കഴിഞ്ഞ ദിവസം 2 നമ്മുടെ ഫാമിലി മെമ്പർ പിള്ളേർ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിന്ധുമേ എത്ര നാൾ കൊണ്ടാണ് പഠിച്ചത്, സ്കൂട്ടി പഠിക്കാൻ പാടാണോ, ഞങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വണ്ടിയുണ്ട്, പക്ഷെ ഭയങ്കര പേടിയാണ്, 1-2 പ്രാവശ്യമൊക്കെ കയറുക വർക്കൊക്കെ ചെയ്തിട്ട് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ അമ്പലത്തിൽ ചെന്നപ്പം നമ്മുടെ അവിടെ ഇഷ്ടമുള്ള സുമോദിൻ്റെ പെണ്ണ് ചോദിച്ചു കേട്ടോ, സിന്ധു ചേച്ചി എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചത്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ, എനിക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പേടിയുണ്ട്, പക്ഷേ എങ്ങനെയും പഠിച്ചെടുക്കണമെന്നുണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ലെന്നേ. നമുക്ക് വേണമെന്ന് വെച്ചാൽ നടക്കാം. ചേട്ടായിക്കൊക്കെ ആണെങ്കിലും ആദ്യം ഭയങ്കര പേടിയും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പോൾ പറഞ്ഞാൽ എനിക്കറിയാം നീ നന്നായിട്ട് ഓടിച്ചിട്ട് പോയിട്ട് വരുമെന്ന്. അങ്ങനെ അപ്പം അവരുടെ പ്രാർത്ഥനയുണ്ട്. പിന്നെ ഞാൻ പോയ പറയാൻ തന്നെ ഉണ്ടല്ലേ, ഇന്നലെ പിരിവണ്ണു പോയ പറയാൻ തന്നെ ചേട്ടാ ഇട്ട് കുളിച്ച് വിളക്കും എല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അമ്പലത്തിൽ പോയത് കേട്ടോ. അപ്പം പോയ വഴിക്കാണേലും ഒന്നും വരരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി വന്ന് കയറിയപ്പം. പിന്നെ നമ്മളൊരു കാര്യം, ദൈവത്തെ മുറുക്കെ പിടിക്കുക, തമ്പുരാനോട് പറയുക, ദൈവമേ എനിക്കിത് സാധിച്ചു തരണേ എന്ന് പറഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചെടുത്ത കേട്ടോ. അപ്പം പേടിച്ച് നമ്മൾ പുറകോട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിനും മുമ്പോട്ട് വരത്തില്ല. പേടി മാറ്റിക്കളയുക, എന്നിട്ട് അങ്ങ് ധൈര്യമായിട്ട് പഠിച്ചോളുക, അത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് അവരോട് പറയാം. 2 പേരോടും എന്നോട് ഫോണിൽ വിളിച്ച് 2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 പേരോടും അത് തന്നെയാണ് പറയുന്നത്, പഠിച്ചെടുക്കുക, നല്ലൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് ആരെ എപ്പോഴും ഇപ്പം മേരിയോളം പറയാൻ എനിക്കിന്ന് രാവിലെ പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ പോകണമെങ്കിൽ ഇവിടുന്ന് പരപ്പേ ചെല്ലണം, അല്ലെങ്കിൽ ഉപ്പുകര ചെല്ലണം, എന്നിട്ട് ബസ് കയറി പോകണം, തിരിച്ചിങ്ങോട്ട്. ഇതിപ്പോൾ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമുക്ക് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റും. പെട്ടെന്ന് തന്നെ വണ്ടി ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു അനുഗ്രഹം, ഒരു ഗുണമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ പൈസയാണേലും ഇപ്പോൾ എനിക്ക് വീട്ടിലോട്ടൊന്ന് പോകണം, അല്ലെ അമ്മയുടെ അടുത്തൊന്ന് പോകണം, സന്തോഷം എടുത്ത് പോകണം, കൂട്ടാടുത്ത് പോകണം, അങ്ങനെ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാലും എങ്ങനെ പോയാലും ഒരു 10-100 തിരിച്ച് പോയിട്ട് വരണമെങ്കിൽ 250 രൂപ 300 രൂപ ചിലവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വണ്ടി ഓട്ടോ വിളിച്ച് പോവുകയാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ എനിക്ക് അതൊക്കെ ഒരു 50 രൂപ 60 രൂപയിലൊക്കെ നിൽക്കുമായിരിക്കും, എനിക്കറിയത്തില്ല പെട്രോളിൻ്റെ ഇത്. എന്നാലും നമ്മുടെ സമയത്തിനും ഒരു ഇതുണ്ട്, എല്ലാ കാര്യത്തിനും ഉണ്ട് കേട്ടോ. അപ്പോൾ ആരും മടി കൂടാതെ പഠിച്ചോ. പിന്നെ ഞാൻ സ്കൂട്ടിയുടെ പഠിച്ചതിൻ്റെ 8 എടുത്തതിൻ്റെയൊക്കെ ഒരു കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ ഈ വീഡിയോയ്ക്ക് അത് ആഡ് ചെയ്തേക്കാം, എങ്ങനെയൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊക്കെ കാര്യങ്ങൾ. അത് പിന്നെ ഗ്രൗണ്ടിൽ റൗണ്ട് അടിച്ചതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അന്നേരം കുറച്ച് പിള്ളേരെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതോ പോയിട്ടുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും ഞാൻ ആ ഭാഗം കൂടെ ഒക്കെ ഇതിനകത്ത് ഇട്ടേക്കാം കേട്ടോ. ശരിക്കും എന്നാ പറയുന്നത്, കാലൊക്കെ ശരിക്കും നല്ല രീതിയിൽ വേദന എടുത്ത് ഇതിൻ്റെ MATL അല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോഴത്തേനും അതിൻ്റെ ആ 2 വശത്തെ ഇങ്ങനെ നമ്മൾ കാലെടുത്ത് വയ്ക്കുന്ന ഫുട് പെഡലൊക്കെ പോയിട്ട് ഇങ്ങനെ കമ്പിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു വണ്ടിയായിരുന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ ദൈവം ഇത്രയും വർഷമായിട്ട് ഓടിക്കുന്നതല്ലേ, ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കുറ്റം പറഞ്ഞതല്ല, അങ്ങനത്തെ വണ്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓടിക്കാനായിട്ട് അറിയത്തില്ലോ. ആദ്യം ഒരു 2-3 ദിവസം തള്ളിക്കൊണ്ട് നടക്കുമായിരുന്നേ. നമ്മുടെ സ്കൂട്ടി മാതിരി അല്ലല്ലോ, വ്യത്യാസമല്ലേ. എന്നിട്ട് തള്ളി കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് 2-3 ദിവസം തള്ളിയതെന്ന് ഓർക്കണ്ട, 2 കാലിൻ്റെയും മുട്ടിന് താഴോട്ട് മൊത്തം പരിക്കായിരുന്നു. ചതഞ്ഞ് കരിനീലച്ച് കിടക്കുമായിരുന്നു. വൈകിട്ട് വരുമ്പോൾ ചേട്ടായിക്ക് ഓയിൽമെൻറ്റ് തേക്കാനും കുഴമ്പ് തേക്കാനും തിരുമ്പി തരാനും ഒക്കെ കുറച്ച് നാളത്തേക്ക് സമയമുള്ളായിരുന്നു. കാരണം നന്നായിട്ട് വേദന എടുക്കും അതിൻ്റെ ആ കമ്പിക്കിട്ടൊക്കെ തട്ടുമ്പോഴത്തേക്കും. പിന്നെ ആയപ്പോഴത്തേനും അങ്ങ് പഠിക്കാൻ പറ്റി. കാലെടുത്ത് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ. പിന്നെ നമുക്ക് ബാലൻസ് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. പിന്നെ ഓവർ സ്പീഡിനൊന്നും ആകാണ്ടിരിക്കുക എന്നൊക്കെ നോക്കിയാൽ മതി. എന്തായാലും ഞാൻ കാണിച്ചേക്കുന്ന ആ കോമഡി തരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഈ പോകണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് അതും കൂടെ ആഡ് ചെയ്തേക്കാം കേട്ടോ.
ശരിക്കും ഈ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഈ വീഡിയോസ് എല്ലാം കണ്ടപ്പോഴത്തേന് ഞാൻ ശരിക്കും ചിരിച്ചു. എന്തൊക്കെ കോമഡി ആയിരുന്നു കാണിക്കുന്നതെന്ന്. ഓരോ പിള്ളേരെല്ലാം അവിടെ നിന്ന് കൗണ്ടർ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കോഴിമല ബിന്ദുവിൻ്റെ പോപ്പിയൊക്കെ ഉണ്ട്, സിന്ധുവിൻ്റെ ചേർത്തിൻ്റെ വെച്ച്. പിന്നെ എന്താ പറയുന്നത്, ഒത്തിരി നമ്മൾ അറിയാവുന്ന പിള്ളേരെ എല്ലാം പിള്ളേർ സെറ്റായി. എന്നെപ്പോണൊക്കെയുള്ള 2-3 പേരേ ഉള്ളൂ, പെണ്ണുങ്ങൾ 2-3 പേരേ ഉള്ളൂ ഏകദേശം. എന്നെക്കാട്ടിയും 10-35 വയസ്സൊക്കെ ഉള്ളതൊക്കെ. ബാക്കി എല്ലാം പിള്ളേർ സെറ്റാണ്. പിന്നെ ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ, കുറേ ചേട്ടന്മാരുണ്ട്. അവരുടെ എല്ലാം മുമ്പിലാണ് ഈ പ്രകടനം കാഴ്ചവെക്കുന്നത് കേട്ടോ. നമ്മുടെ പരപ്പല ഗ്രൗണ്ടായത് ഉപ്പേറയിലെ. എന്താ പോലെ ആദ്യമൊക്കെ ഇച്ചിരി ശരിക്കും പാടുണ്ട്. കുറേ റൗണ്ട് അടിച്ചൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഈ എട്ടെടുക്കുന്നത്. എട്ടെടുക്കൊരു ടാസ്ക്കാണ് മക്കളെ. വലിയ ഏത് ഇതിൽ കൂടെ കൊണ്ടുപോകുന്നവർക്കും എട്ടെടുക്ക് ഇച്ചിരി പാടാം. സ്ത്രീകൾക്ക് കേട്ടോ, ആമ്പിളർ പാടാന്നെടുക്കും. നമ്മുടെ ഉപ്പേറയുള്ള പള്ളിക്കലുള്ള ഉമ്മയുടെ അപ്പിച്ചേട്ടൻ്റെ മോനുണ്ടായിരുന്നേ, അവനങ്ങോട്ട് വന്നിട്ട് സിന്ധു ചേച്ചി ഇനി തെറ്റിച്ചിട്ടുണ്ട്, കാല് തറ കുതിരുണ്ടെങ്കിൽ കാലടിച്ച് ഓടിക്കും കേട്ടോ എന്നും പറഞ്ഞു. അവനങ്ങോട്ട് കയറിയിട്ടുണ്ടല്ലോ 8 പടാന്നിങ്ങനെ എടുത്ത് കാണിച്ചേ. അങ്ങനെ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഇതായി കണ്ടോ, ആ കൊച്ചു നന്നായിട്ട് ചെയ്യുന്നുണ്ടോ, ഏരിയക്കാണ്ടൊക്കെ പോവാം കേട്ടോ. ഇത് കുറേ പ്രാവശ്യം എടുക്കുമ്പോഴത്തേനും നമുക്ക് തലയൊക്കെ കറങ്ങുന്ന മാതിരിയൊക്കെ തോന്നും. എന്നാലും നമ്മൾ തോറ്റു പിന്മാറി അല്ലെങ്കിൽ ജയിച്ച് തന്നെ പിന്മാറത്തുള്ളൂ എന്ന് മനസ്സിൽ വെച്ച് ദൈവത്തെ വിളിച്ച് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. കണ്ടോ ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് എടുത്തുകൊണ്ട് വന്നില്ലേ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഒരു വഴിക്ക് പോകുന്നതല്ല, കറക്റ്റ് സമയത്ത് തന്നെ ഓടിയത് ഇവിടെ എത്തുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഇന്ന് വൈകിട്ടുണ്ട് കേട്ടോ പരിപാടി, താലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ചേട്ടായി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇനി ഉച്ച വരെ നിന്നിട്ട് കടയിലോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഇവിടോട്ട് വരുവാണെങ്കിൽ വൈകിട്ടൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ടൊന്ന് തൊഴാനായിട്ടൊക്കെ. എന്തായാലും നോക്കട്ടെ, സാഹചര്യം മുളക് ചെയ്യാം. എന്തായാലും ഞാൻ പോയിട്ട് വന്നിട്ട് ശരിക്കും അടുത്തു. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ വെയിൽ. ഹെൽമെറ്റിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടേ ഇവിടെ എല്ലാം ഇങ്ങനെ നനഞ്ഞിരിക്കുകയായിരുന്നു. എന്നെ അങ്ങനെ വിയർക്കുന്നില്ല, പക്ഷെ അതേപോണക്ക് വിയർത്തിന്ന്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ചെപ്പാത്ത് വരെ വഴി ഭയങ്കര മോശമാണ്. പണി നടന്നുകൊണ്ടിരിക്കുക. മോശം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല, അങ്ങനെ ചെയ്തെങ്കിലല്ലേ നമ്മൾ അല്ലേ നന്നായിട്ടുള്ള വഴി കൂടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഭയങ്കര മിറ്റിലൊക്കെ നിരത്തിയേക്കുകയും ഭയങ്കര പൊടിയുമാണ്. അത്രയും സമയത്ത് നമ്മൾ ഒത്തിരി ബ്ലോക്ക് കിട്ടി കേട്ടോ. എത്ര 3-4 അടുത്ത് നിർത്തി വരേണ്ടി വന്നു. വെയിലത്ത് ഇങ്ങനെ കാല് കുത്തി ചവിട്ടിക്കുമ്പോൾ കാലൊക്കെ കരിഞ്ഞു പോകുന്ന കണക്ക് വെയിൽ തോന്നി. അയ്യോ ശരിക്കും എൻ്റെ അമ്മയെ മതി. അതേപോലെ പൊടിയും ഭയങ്കര പൊടിയും കാറ്റും എല്ലാം കൂടെ. അപ്പം നമ്മൾ ഈ വല്ലപ്പോഴും ഒന്നിറങ്ങിയപ്പോൾ നമുക്ക് ഇത്ര വിഷമം. അപ്പോൾ എന്നും പോകുന്നവരുടെ അവസ്ഥയല്ല അല്ലേ. എന്തായാലും കുഴപ്പമില്ല, ഇത്രയും ദൂരം പോകാനായിട്ടൊക്കെ പറ്റി. അത് നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് കേട്ടോ. സിന്ധുമ്മയ്ക്ക് പറ്റും. പ്രത്യേകിച്ച് എൻ്റെ റാണി ചേച്ചിയാണേലും എൻ്റെ അവർണയാണേലും എൻ്റെ റോസ്മോളാണേലും എൻ്റെ ദേവിനെയാണേലും അങ്ങനെ കുറേ പിള്ളേർ സെറ്റുണ്ട് എനിക്ക്. അവരൊക്കെ എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും, പറ്റും എന്നും പറഞ്ഞു. പക്ഷേ അങ്ങനെ ഞാൻ അവരുടെയൊക്കെ ആ ഒരു ധൈര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ആയി കേട്ടോ. എന്നെ പറയാൻ എനിക്കത് സന്തോഷമായി. കാരണം നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ലല്ലോ ഇതൊക്കെ. അതാണ് നമ്മളല്ല വിചാരിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ, ദൈവമാണ് വിചാരിക്കുന്നത് നമ്മൾ എങ്ങനെ ആവണം, എവിടെ ചെന്ന് നിൽക്കണം എന്നൊക്കെ ഉള്ളത് തമ്പുരാനെ തീരുമാനിക്കുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ പോകാൻ നേരത്തെ ദൈവത്തെ വിളിച്ചിട്ടേ പോകത്തുള്ളൂ ഇറങ്ങി. അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. 300 കിലോമീറ്റർ ആയെന്ന് തോന്നുന്നു കേട്ടോ. 750 വേണ്ടതാണ്. ഇനിയിപ്പം അത്രയെങ്കിലും ആക്കാൻ പറ്റിയല്ലോ. ഞാൻ തന്നെ ഓടിച്ച് അയക്കിയതാണ് കേട്ടോ. ചേട്ടാ എന്നെ 100 പ്രാവശ്യം കണ്ട് ഉപ്പറവരെ കണ്ട് ഒന്ന് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലാണ്ട് ചേട്ടായി കൊണ്ടുപോകുന്നേ ഇല്ല. ഞാൻ തന്നെ ഓടിച്ചു. പിന്നെ എന്നാ കിറ്റും ചിപ്പിക്കുക അവരൊക്കെ 1-2 റൗണ്ടൊക്കെ അല്ലേ വെച്ചോളൂ. ബാക്കി മൊത്തം ഞാൻ ഓടിച്ച് അത്രയൊക്കെ ആക്കി കേട്ടോ. അപ്പോൾ കോട്ടയത്തിന് 3 പ്രാവശ്യം പോകുന്നത് അത്രയും, ഇവിടുന്ന് 100 കിലോമീറ്ററാണ് കോട്ടയം. അപ്പോൾ കോട്ടയത്തിന് 3 പ്രാവശ്യം പോകുന്നത് അത്രയും ദൂരം ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. പിന്നെ എന്നാന്നറിയത്തില്ല, ഭയങ്കരമായിട്ട് നമുക്ക് വീഡിയോയ്ക്ക് വ്യൂസ് കുറവാകട്ടെ. എന്നാന്നറിയത്തില്ല, വീഡിയോ ഒക്കെ ആർക്കും ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ സമയം കിട്ടാഞ്ഞിട്ടാണോ ഭയങ്കരമായിട്ടും വ്യൂസ് കുറയുന്നു. വ്യൂസ് കുറയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ഡോളർ കുറയുമ്പോൾ എന്നാ പറ്റും, നമ്മൾ പാപ്പരാവും. എന്തായാലും കയറി തമ്പുരാൻ നേരെ തരുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലേ ഞാൻ. എന്തായാലും ഇനിയിപ്പം ഈ മാസമോ അടുത്ത മാസം കണ്ട് തൊഴിലുറപ്പിൻ്റെ പണി തുടങ്ങുമെന്നാണ് പറയുന്നത് കേട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ബുക്ക് നമ്മുടെ DCHD സംഘത്തിന് വന്നപ്പോൾ കൊടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ തൊഴിലുറപ്പിനും കൂടെ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. കാരണം കുറച്ച് നമ്മൾ ഈ ചുമ്മാ ഇരിക്കുമ്പോഴത്തേനും കുറേ പൊണ്ണത്തടിയും കാര്യങ്ങളും എല്ലാം വെക്കും. നമ്മളെക്കൊണ്ട് സാധിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ ഇപ്പം മനസ്സിലായില്ലേ ഓരോ കാര്യങ്ങളിലൂടെ.
അപ്പോൾ എന്തായാലും പണ്ട് ഞാൻ പണിതുകൊണ്ടൊക്കെ നടന്നതല്ലേ, അപ്പോൾ പണിയാനൊക്കെ പറ്റും. പോകാമെന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അതിനും നിങ്ങളിപ്പോൾ എനിക്ക് തരുന്നതോടെ തന്നെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം കേട്ടോ. ഒന്നും പറ്റാതെ പോയി പണി ചെയ്ത് അന്തസ്സായിട്ട് കാശ് മേടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇതല്ലേ. അപ്പോൾ കുമാരി ചേച്ചിയും ഇവിടെ നമ്മൾ അയലക്കാരല്ല, സൂസമ്മ ചേച്ചിയും ഒക്കെ ഒത്തിരി എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ കൂടെ പോകാമെന്നൊക്കെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കയറി കിടന്നാൽ അന്നേരം ഉറങ്ങിപ്പോകും, കാരണം ഒത്തിരി വെയിൽ കൊണ്ടില്ലേ. പകൽ ഞാൻ ഉറങ്ങത്തേ ഇല്ലാതെ ഞാൻ, അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വെയിൽ കാരണം ഉണ്ടല്ലോ അറിയാണ്ട് ഉറങ്ങിപ്പോകും ചില സമയം. പിന്നെ പഴം മേടിച്ചുകൊണ്ട് വന്നു, പഴം 2-3 കഴിച്ചു. ചോറുണ്ട് ഫ്രിഡ്ജിനകത്തിരി, ഇപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ചേട്ടായും ഞാൻ അമ്പലത്തിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ. അതുകൊണ്ട് ചോറൊന്നും ചൂടാക്കാനൊന്നും നിന്നില്ല. 2-3 പഴവും കഴിച്ചു, വെള്ളവും കുടിച്ചു. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇനി ചേട്ടായി വരട്ടെ, ചേട്ടായി വന്നിട്ട് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിലോ ആ ബെൽ ബട്ടണോട് ഒന്ന് ഇടിച്ചു പൊട്ടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.